മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർണാടകയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവരെ ആസൂത്രിതമായി ഒഴിവാക്കിയെന്നാണ് വാർത്താസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് ആരോപിച്ചത്. രാഹുലിന്റെ ആരോപണം തള്ളി കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നു. തെളിവുൾപ്പെടെ പുറത്തുവിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ തോറ്റതിൽ നിരാശയെന്ന ബിജെപിയുടെ വിമർശനവും വന്നു. The Chief Election Commissioner of India, Gyanesh Kumar, is protecting the people who are doing this. This is being done at scale and this is being done using large resources. ഹൈഡ്രജൻ ബോംബല്ലെന്ന് തുടക്കത്തിലെ വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ കടന്നാക്രമിച്ചാണ് വോട്ട് കൊള്ളയിൽ പുതിയ തെളിവുകൾ നിരത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുമായിരുന്ന 6018 വോട്ടുകൾ പട്ടികയിൽ നിന്ന് ആസൂത്രിതമായി ഒഴിവാക്കിയെന്നാണ് ആരോപണം. വോട്ട് നീക്കാൻ അപേക്ഷ നൽകിയത് സംസ്ഥാനത്തിന് പുറത്തുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച്. മഹാരാഷ്ട്രയിലെ രജുറായിൽ 6800-ലേറെ വ്യാജ വോട്ടർമാരെ കൂട്ടിച്ചേർത്തെന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഇതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടെന്നും രാഹുൽ ഗാന്ധി. അലന്ത് മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടേഴ്സിനെ വാർത്താ സമ്മേളന വേദിയിലെത്തിച്ചായിരുന്നു രാഹുലിന്റെ ആരോപണം. ನನಗೆ ನಾಲೆಜ್ ಇಲ್ಲದೆ ನನ್ನ ಹೆಸರು ಮೇಲೆ 9 ಜನರ ಲಿಸ್ಟನ್ನು ಡಿಲೀಟ್ ಮಾಡಿದ್ದಾರೆ. ಅದು ಯಾಕಂತ ಇವರು ನನಗೆ ಬಂದು ಕೇಳಿದರು, ನಮ್ಮ ಹೆಸರು ನೀವು ಯಾಕೆ ಡಿಲೀಟ್ ಮಾಡಿದ್ರಿ ಅಂತ. ആരോപണങ്ങൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ആലന്ത് മണ്ഡലത്തിലെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 2023 ഫെബ്രുവരി 21 പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കൽബുർഗി പോലീസ് സൂപ്രണ്ടിന് 2023 സെപ്റ്റംബർ 6 മുഴുവൻ വിവരങ്ങളും കൈമാറി. നീക്കം ചെയ്തത് 24 വോട്ടുകൾ മാത്രം. 5994 അപേക്ഷകൾ തെറ്റെന്ന് കണ്ടെത്തുകയും ഈ അപേക്ഷകൾ നിരസിച്ചിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. രാഹുൽ ഗാന്ധിയുടെ ശ്രമം രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാനെന്നാണ് BJPയുടെ ആരോപണം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.